നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്തേ, കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരുടെ തലതൊട്ടപ്പനാണ് രാജഗോപാൽ, ടെലഗ്രാഫ് എഡിറ്റർ. ടെലഗ്രാഫ് എന്ന പത്രം നമുക്കറിയാം, ആകെ ബംഗാളിൽ മാത്രം കുറച്ച് സർക്കുലേഷൻ ഉള്ള ഒരു പത്രമാണെങ്കിൽ പോലും അങ്ങനെ ആയെങ്കിൽ പോലും വലിയ പ്രാധാന്യം ഇവിടെ അന്തം കമ്മികളുടെ ഏറ്റവും വലിയ ആശയം ആവേശവുമാണ്. അതെ അതെ അതെ, ആശയം ആവേശവും കമ്മികളുടെ ഇപ്പോ അദ്ദേഹത്തിന് വിസ നിഷേധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ SIR പേര് ചേർക്കാത്തത് കൊണ്ടാണ് വിസ നിഷേധിച്ചെന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ SIR പേര് ചേർക്കേണ്ടത് പാസ്പോർട്ട് SIR പേര് ചേർക്കേണ്ടത് നരേന്ദ്രമോദി ഇയാളെ വിളിച്ച് നേരിട്ട് ചേർക്കണമായിരുന്നു എന്ന അഭിപ്രായമാണോ അദ്ദേഹത്തിനുള്ളത്? എന്താണ് ഇദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം? അത് ഈ കമ്മികളുടെ പോപ്പിനെ നേരിട്ട് വിളിച്ച് അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് കൊടുക്കണം, കാലൊക്കെ കഴുകി പിന്നെ മറ്റേ തുടച്ച് അങ്ങനെ വേണം SIR പേര് ചേർക്കാൻ, പാസ്പോർട്ട് വെരിഫിക്കേഷൻ നടത്താൻ ഒക്കെയാണ് എന്നൊക്കെയാണ് കമ്മികൾ ധരിച്ചിരിക്കുന്നത്. അത് പക്ഷെ അവർക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. ഇവിടെ ഭരണം മാറി, ഇതൊരു ദേശീയ സ്വഭാവമുള്ള സർക്കാർ ഇവിടെ വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പിണറായി വിജയനും അബദ്ധം പറ്റി, മുഖ്യമന്ത്രിയാണെന്ന് മറന്നു. പിണറായി അന്തം കമ്മി എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി അല്ല എന്ന് മറന്നുപോയി. രാജഗോപാൽ പോപ്പാണെങ്കിൽ പിണറായി വിജയൻ ബിഷപ്പാണ്. അതെ അതെ, മറന്നുപോയി. കഴിഞ്ഞ ദിവസം വിമാനത്തിന്റെ മുഖ്യമന്ത്രി അല്ല, എയർപോർട്ട് ലോഞ്ചിലിരുന്ന് ആരെങ്കിലും വിളിക്കാൻ വരുമോ എന്ന് വിചാരിച്ചിരുന്നുകൊണ്ടിരുന്നു. ഈ രാജഗോപാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇയാൾ അറിയപ്പെടുന്നത് തന്നെ ഈ മാധ്യമ പ്രവർത്തനം എന്ന് വെച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഉണ്ടാക്കാൻ വേണ്ടുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ എന്നാണ് ഇയാൾ എന്ന് വെച്ചാൽ കാറ്റലിസ്റ്റുകൾ നമ്മൾ കെമിക്കൽ റിയാക്ഷൻ സ്പീഡിയാക്കുക, ചില രാസപ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്താനായിട്ട് കാറ്റലിസ്റ്റുകൾ. ഈ കാറ്റലിസ്റ്റിന്റെ മലയാളം ഞാൻ മറന്നുപോയി. ഉൾപ്രേരകങ്ങൾ ഇട്ട് ഇതിനെ പിന്നെ വേഗപ്പെടുത്തും. അങ്ങനെ വേഗപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ ഇങ്ങ് കൊണ്ടുവരാൻ വേണ്ടുന്ന വേഗപ്പെടുത്തലിന് വേണ്ടുന്ന കാറ്റലിസ്റ്റുകളാണ്, ഉൾപ്രേരകങ്ങളാണ് മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും എന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഒരു തികഞ്ഞ അന്തംഗമ്മിയാണ്. ഒരുപാട് കേരളത്തിലുമുണ്ട്, കേരളത്തിന് പുറത്തുമുണ്ട്. ഡൽഹി കേന്ദ്രീകരിച്ച് തമ്പടിച്ച് കേരളത്തിൽ നിന്ന് മലയാളികളാണ് 90% മലയാളികളാണ്. പിന്നെ പിന്നെ ഡൽഹിയിലെ ചില ഈ പറഞ്ഞ പോലത്തെ ചില ആൾക്കാർ, ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ വാർത്തകൾ ഏത് വാർത്ത എങ്ങനെ ജനം വായിക്കണം എന്ന് തീരുമാനിക്കുന്നവരാണ്. ആ കാലമൊക്കെ കഴിഞ്ഞു. കാരണം എന്താന്ന് വെച്ചാൽ ഇനി നിങ്ങളുടെ ഈ പിത്തലാട്ടം നടക്കില്ല. സോഷ്യൽ മീഡിയ അത്ര ശക്തമാണ്, നിങ്ങളെ പൊളിച്ചു കാണിക്കുക. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയുടെ ഒരു ഏറ്റവും പോസിറ്റീവായ ഗുണം, ഒരുപാട് നെഗറ്റീവ് ഉള്ളപ്പോഴും ഒരു പോസിറ്റീവായ ഗുണം, ഒന്നല്ല അനേകം പോസിറ്റീവുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവായ ഗുണം കമ്മികളുടെ ഉടായിപ്പ് പൊളിച്ചു കാണിക്കുക. ഈ പിന്നെ രാജഗോപാലിന്റെ ഒന്നാമത്തെ കാര്യം, പാസ്പോർട്ട് തടഞ്ഞു വെച്ചു, വെരിഫിക്കേഷൻ നടത്തിയില്ല. മകളുടെ കല്യാണം അതുകൊണ്ട് എനിക്ക് കൂടാൻ പറ്റിയില്ല, അമേരിക്കയ്ക്ക് പോകാൻ വിസ കിട്ടിയില്ല. അമേരിക്കയിലാണ് അത് അന്തകമ്മികളെല്ലാം അങ്ങനെയാണ്. ഇവരെല്ലാം സാമ്രാജ്യത്വത്തിനെതിരെ പറയും, പക്ഷെ അതേ സാമ്രാജ്യത്വത്തിന്റെ ദാസന്മാരായി മക്കളെ വിടും, അവരും ജീവിക്കും. BJP അടിക്കാൻ സാമ്രാജ്യത്വം പറയും, അല്ലാതെ ജീവിക്കാൻ സാമ്രാജ്യത്വത്തിന്റെ കാലം. ഇവിടെ അതിപ്പോ ഈ രാജഗോപാൽ മാത്രമല്ല, തോമസ് ഐസക്കിന്റെ മകൾ എവിടെയാ? പിന്നെ എനിക്ക് തോമസ് ഐസക്കിന്റെ ഭാര്യ അമേരിക്കൻ സിറ്റിസൺ അല്ല. അത് ഞാൻ ചോദിക്കണ, ഇത് ആത്യന്തികമായിട്ട് ഇതെല്ലാം AK ബാലന്റെ മകൻ, പിണറായി വിജയൻ, ബിനോയ് വിശ്വത്തിന്റെ മകൾ PhD എടുക്കാൻ പോയി. ഇനി പിണറായി വിജയൻ രോഗം വന്നാൽ ചികിത്സിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലല്ല, കേരളത്തിലെ കേരളം ആരോഗ്യ മേഖലയിൽ പിണറായി വിജയൻ ആക്കിയതാണ്. പക്ഷെ അതേ പിണറായി വിജയൻ ചികിത്സയ്ക്ക് അമേരിക്കയിലേ പോവുള്ളൂ, അല്ലെങ്കിൽ അപ്പോളോയില്, രണ്ടിലേതെങ്കിലും ഒരിടത്തെ പോവുള്ളൂ. ഇരിക്കട്ടെ, ഈ രാജഗോപാലിനെ കുറിച്ചുള്ള ഒരു പ്രധാന ആക്ഷേപം, ഈ അദ്ദേഹത്തിന്റെ എതിരാളികൾ ആരോപിക്കുന്നത് അദ്ദേഹം ഒരു അർബൻ നക്സലാണ്. അങ്ങനെ എന്ന് വെച്ചാൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുടെ നാവായി മാറിയിരിക്കുന്ന വ്യക്തി, മാധ്യമ പ്രവർത്തകൻ എന്നൊക്കെയാണ് ഈ രാജഗോപാലിനെതിരെയുള്ള ആക്ഷേപം നടത്തുന്നത്. BJP-കാർ ഉൾപ്പെടെ പിന്നെ ദേശീയ സ്വഭാവമുള്ള സംഘടനകളൊക്കെ ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്കിപ്പോൾ ഇതിനകത്ത് എന്താണ് സത്യമെന്ന് കണ്ടെത്തുകയാണ് നമ്മുടെ ജോലി. അപ്പോൾ ഈ രാജഗോപാലിന്റെ പാസ്പോർട്ട് എന്നാ പിന്നെ ഇതായത്? രാജഗോപാലിന്റെ ഏറ്റവും അടുപ്പമുള്ള മമതാ ബാനർജിയുടെ ഭരണകാലത്ത്, അതായത് 2025 ഒക്ടോബർ 25-നാണ് ഈ പാസ്പോർട്ട് കാലാവധി കഴിയുന്നത്.
ഈ 2025 ഒക്ടോബർ 25 ശേഷം ഈ പാസ്പോർട്ട് പുതുക്കാനായിട്ട് അപേക്ഷ കൊടുക്കുന്നത് 2026 ഫെബ്രുവരി 21 ഈ ഇത്രയും ദിവസം ഇദ്ദേഹം ഉറങ്ങുമായിരുന്നു. അല്ല, തിരക്കാണ്, അദ്ദേഹം വലിയ പുള്ളിയാണ്. നമുക്ക് ഊണിലും ഉറക്കത്തിലും പരിശ്രമിച്ചു. അല്ല, കനലൊരു തരി കേരളത്തിൽ പോലും കിട്ടില്ല. അപ്പൊ ഫെബ്രുവരി 27 ഇതിന്റെ ഇതൊക്കെ നടപടികൾ ആരംഭിക്കുന്നു. 21 അപേക്ഷിക്കുന്നു, 27 നടപടികൾ ആരംഭിക്കുന്നു. മാർച്ച് 27 ഈ പോലീസ് വെരിഫിക്കേഷൻ നടക്കില്ല എന്ന് പറഞ്ഞ് പോലീസ് ഇദ്ദേഹത്തിന് അറിയിക്കുന്നു വിവരം. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഈ നമ്മൾ ആലോചിക്കണം, 2025 ഒക്ടോബർ 25 SIR നടപടികൾ ആരംഭിച്ചിട്ടില്ല. ആ സമയത്ത് കൊടുത്തിട്ട് പുതുക്കി കിട്ടുകയും ചെയ്തില്ല. ബംഗാളിൽ SIR ഇയാളിപ്പോൾ ബംഗാളിലാണല്ലോ, SIR നടപടികൾ ആരംഭിച്ചിട്ടില്ല. അങ്ങനെ മാർച്ച് 27 പോലീസ് പറയുന്നു ഇത് പിന്നെ ബുദ്ധിമുട്ടുണ്ട്, ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ, SIR നിന്ന് ഇദ്ദേഹത്തിന്റെ പേര് നീക്കം ചെയ്തിരിക്കുന്നു. SIR നിന്ന് ഇദ്ദേഹത്തിന്റെ പേര് നീക്കം ചെയ്തിരിക്കുന്നു. വോട്ടർ പട്ടികയിൽ ഇദ്ദേഹത്തിന്റെ പേരില്ല. അതുകൊണ്ട് തന്നെ ഈ പോലീസ് വെരിഫിക്കേഷന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറയുകയാണ്. മാത്രമല്ല, അവിടം തൊട്ടാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഈ SIR-നെതിരെ രാഷ്ട്രീയ പാർട്ടികൾ എതിരഭിപ്രായം പറയുന്നതും കേന്ദ്ര സർക്കാരിനെ ചോദ്യം ചെയ്യുന്നതും അവരെ എതിർക്കുന്നതും ഒക്കെ നമുക്ക് രാഷ്ട്രീയമാണ്. അതിപ്പോ കോൺഗ്രസ് ആണ് കൊണ്ടുവന്നിരുന്നെങ്കിൽ BJP ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ കണ്ടുപിടിച്ചോണ്ട് വന്നത്. അതുകൊണ്ട് അത് രാഷ്ട്രീയമാണ്. ഇവിടെ നമുക്ക് ഈ BJP-യെ ന്യായീകരിക്കേണ്ടായിരുന്നില്ല. കേന്ദ്ര സർക്കാരും ഇലക്ഷൻ കമ്മീഷനും സുപ്രീം കോടതിയും ഒക്കെ എന്ത് പറയുന്നു, അതാണ് നമ്മുടെ വിഷയം. അവിടെ പ്രധാനമന്ത്രിയുടെ കസേരയിൽ നരേന്ദ്രമോദി ഇരിക്കുന്നത് കൊണ്ട് അങ്ങർക്ക് വാ തുറക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഫാസിസമാണ്. അതാണ് യഥാർത്ഥ ഫാസിസം. അപ്പോ ഈ രാജഗോപാൽ അടക്കമുള്ളവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? കാഗസ് ഹം നഹി ദിഖായെങ്കിൽ വെച്ചാൽ ഞങ്ങൾ ഒരു രേഖയും കാണിക്കൂല. ഈ BLO വീട്ടിൽ വരും, SIR-മായി എന്റെ വീട്ടിൽ പോയ പേരാ, ഞാൻ വീണ്ടും ചേർത്തതാ. നമ്മുടെ എല്ലാവരുടെയും ഞാൻ ഡോക്യുമെന്റ്സ് കൊടുത്ത് ചേർത്തു. നമ്മളെല്ലാവരും BJP-ക്കാരെ വെട്ടിക്കളയുന്നെങ്കിൽ നമ്മുടെയൊക്കെ പലരും വെട്ടിപ്പോയത്. എന്തു ആകട്ടെ, നമുക്ക് ഈ രാജ്യത്ത് നിയമവാഴ്ചയുണ്ടല്ലോ. നമുക്ക് BLO വീട്ടിൽ വന്നു, നമ്മൾ വീട്ടിലില്ലാത്ത സമയമാണ്, നമ്മൾ പിന്നെ BLO-യെ നമ്മൾ കണ്ട് കൊടുത്താൽ മതി. അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഡിസ്പ്യൂട്ട് ഉണ്ട്, എന്തെങ്കിലും തർക്കമുണ്ട്, നമ്മൾ അവർ പറയുന്ന രേഖകൾ ഹാജരാക്കണം. നമ്മൾ രണ്ടാമത് അവിടെ അവർ വയ്ക്കുന്ന ദിവസം അവർ വയ്ക്കുന്ന ദിവസം ആദ്യം നമ്മൾ രേഖകളുമായിട്ട് ചെല്ലുന്നു. അവിടെ അത് സോൾവ് ആകുന്നില്ല, നമുക്ക് അവർ വീണ്ടും ഒരു അവസരം തരും. ആ അവസരത്തിൽ നടന്നില്ലെങ്കിലാണ് ഈ അപ്പീൽ. ഇങ്ങനെ ഈ അപ്പീൽ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കോടതി പോവാം. ഇങ്ങനെ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. ഹം കാഗസ് നഹി ദിഖായെങ്കിൽ എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കടലാസ് കാണിക്കൂല. എന്ന് വെച്ചാൽ ഞാൻ ഇന്ത്യക്കാരനാണോ അല്ലയോ, എനിക്ക് എൻ്റെ അഡ്രസ്സ് എന്താണ്, എൻ്റെ അച്ഛൻ ആരാണ്, അമ്മയാണ് ആരാണ്, ഇതൊന്നും ഞാൻ കാണിക്കൂല. എനിക്ക് നിങ്ങൾ എല്ലാ സൗകര്യവും ചെയ്തു തന്നോണം. അതങ്ങ് കോത്താഴത്ത് പറഞ്ഞാൽ മതി. അത് ചൈനയിലും ക്യൂബയിലും ഒക്കെ നടക്കുമായിരിക്കും. ഈ ഇന്ത്യ മഹാരാജ്യത്ത് അത് നടക്കില്ല. ഏത് രാജഗോപാലനായാലും ശരി, അത്രേ ഉള്ളൂ. ഇനി അപ്പോൾ മാർച്ച് 27 ഇത് ഒപ്പം വലിയ ഗുസ്തിയായപ്പോൾ പോലീസ് പറഞ്ഞ് ഇത് ക്ലിയർ ആകാതെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ നടക്കില്ല. ഈ ബംഗാളിൽ സുവേന്ദു അധികാരി അധികാരം വെക്കുന്നത് മെയ് 4-ാം തീയതിയാണ് വോട്ടെണ്ണുന്നത്. തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞ് വോട്ടെണ്ണി മെയ് 9-നോ 10-നോ കേട്ടാണ് പുള്ളി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം വെക്കുന്നത്. അതുവരെ മമതയുടെ പോലീസായിരുന്നു. നിങ്ങളിത് ആരെയാണ് പറ്റിക്കുന്നത്? കേരളത്തിലെ മാപ്രകൾ മുഴുവനും ഇതെടുത്തങ്ങ് അതായത് ഇത്ര ഇങ്ങനെ പച്ചക്കള്ളം പറയാനും പ്രചരിപ്പിക്കാനും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ, ഞാൻ എല്ലാവരെയും പറയുന്നില്ല, പക്ഷെ ചില മാധ്യമ പ്രവർത്തകരെ നമ്മൾ എന്താ പറയാ, അതിന് നോബൽ സമ്മാനം ഉണ്ടെങ്കിൽ അത് കിട്ടാൻ അർഹരവരാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ പച്ച നുണ പ്രചരിപ്പിക്കും, യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരുപാട് വളരെ അകലെ. ഇന്നിപ്പോ രാവിലെ ആ ഏഷ്യാനെറ്റിലെ ചില ആൾക്കാരുടെ ഒക്കെ സങ്കടം കണ്ടു കഴിഞ്ഞാൽ, അയ്യോ രാജഗോപാലിനെ ഇങ്ങനെ വേട്ടയാടുകയാണ് കേന്ദ്ര സർക്കാർ. ഈ നരേന്ദ്രമോദിക്ക് ഈ രാജഗോപാൽ എന്ന് പറയുന്ന സാധനത്തിനെ അറിയത്തില്ല. സത്യം, ഇയാൾ ആരാ? ഇയാൾ ഇവിടെ കുറെ മാപ്രകൾക്ക് അറിയാം, അല്ലാതെ ഇയാളാരാ? ഇവിടെ പിണറായി വിജയൻ അയാളെ പിന്തുണയ്ക്കുമായിരിക്കും, മമത പിന്തുണയ്ക്കുമായിരിക്കും, വേറെ ആരാ അയാളെ പിന്തുണയ്ക്കുന്നത്? അത് ബംഗാളിൽ ഇട്ടാവട്ടത്തിൽ മാത്രമുള്ള പത്രം. ടെലഗ്രാഫ് എന്ന് പറയുന്ന ഒരു പത്രത്തിനെ നശിപ്പിച്ച് അതിനെ ഇല്ലാണ്ടാക്കി ഈ ഗതിയാക്കി ഈ അന്തംകമ്മിത്തരം. എന്നിട്ട് ഇപ്പൊ കടന്ന് ഇങ്ങനെ കൂവുകയാണ്. എന്ത് അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത്? ഇത് ചുരുക്കി പറഞ്ഞ
ഈ സുവേന്ദു അധികാരിയുടെ പോലീസ് വന്ന് ഇപ്പൊ ഈ വിഷയം അവിടെ സ്വാഭാവികമായിട്ടും മുൻ ഫയലുകൾ ഇവർ നോക്കുമല്ലോ. അപ്പോൾ സുവേന്ദു അധികാരിയുടെ അടുത്ത് ഇതിന്റെ ആരോ ഇത് ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു അതെന്താന്ന് വെച്ചാൽ പരിശോധിച്ചിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കും. നമ്മൾ വെറുതെ എന്തിനാ ഒരാളിനെ ചുമ്മാ വെറുതെ പുറകെയാണെന്ന് ഉപദ്രവിക്കുന്ന പോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഇപ്പൊ ഇത് വീണ്ടും ഈ പറഞ്ഞതുപോലെ വീണ്ടും ഇത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ അവസരത്തിൽ എങ്ങനെയെങ്കിലും ഈ വിഷയം ഒന്ന് കത്തിച്ച് നിർത്തണം. അതായത് ഈ പ്രസക്തി നഷ്ടപ്പെടുന്ന ചിലരുണ്ടല്ലോ, ഒന്നുമല്ലാത്തവരും പ്രസക്തി നഷ്ടപ്പെടുന്നവരും ഞാൻ എന്തോ മഹാസംഭവമാണെന്നാണെങ്കിൽ കേരളത്തിൽ ഈ എഴുത്തുകാരൊക്കെ കണ്ടിട്ടില്ലേ, എഴുത്തുകാരൊക്കെ RSSനെ പറയുക, സിനിമാക്കാർ RSSനെ പറയുക. അപ്പോൾ അവർക്കൊരു പേരും പെരുമയും ഒക്കെ ഇടതുപക്ഷക്കാരുടെ ഇടയിലും അവരുടെ വേദികളും ഒക്കെ കിട്ടും. അതാണ് കിട്ടും, ശ്രദ്ധ കിട്ടും, അവാർഡുകൾ കിട്ടും. ഇതിനു വേണ്ടി മാത്രം ഗൾഫ് യാത്രകളൊക്കെ സംഘടിപ്പിക്കാം. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ മോദി വിരുദ്ധത പറയുന്നത്. സിനിമാക്കാരൊക്കെ കമാലുദ്ദീനൊക്കെ എവിടുന്ന ചാടി വരുന്നതെന്ന് അറിയത്തില്ല. സംഘടനാപരമായ കാര്യങ്ങൾ, അവരുടെ സംഘടനാപരമായ കാര്യങ്ങളിൽ പോലും RSSനെ വലിച്ചഴിക്കാൻ എവിടുന്ന് ചാടി വരുന്നു എന്ന് അറിയത്തില്ല. അപ്പൊ അത് ഇതിന്റെ ഒരു ഉദ്ദേശം ഇത്രേ ഉള്ളൂ. അത് ലോക്കൽ സഖാക്കന്മാർ തൊട്ട് കേട്ടോ, ലോക്കൽ സഖാക്കന്മാർ തൊട്ട് ബ്രാഞ്ച് തലം തൊട്ട് അങ്ങ് തുടങ്ങും മോദിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ. അതെ. അപ്പോൾ ഈ പറഞ്ഞ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് അതായത് മമതയ്ക്ക് അവിടെ പിടിപോയി, മമതയുടെ പാർട്ടിയിൽ നിന്ന് തന്നെ മമത പുറത്തായി ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇനിയിപ്പം മമതയുടെ കൂടെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് വേറെന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കണം. അപ്പൊ ഇനി പുതിയ സംഘടന ആരെങ്കിലും ഒക്കെ വിളിക്കണം. ആരെങ്കിലും വിളിച്ചാലേ പോകും, അല്ല നമ്മൾ അങ്ങോട്ട് ചെന്ന് ഇടിച്ചു കയറത്തില്ലല്ലോ. അതായത് ഇവിടെ ചിലരെയൊക്കെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന അവിടെ ചെന്ന് താലം വെച്ച് വിളിച്ച് കൊണ്ടുവന്ന് പിന്നെ താലപ്പൊലിയോടുകൂടി ക്ഷണിച്ചു കൊണ്ടുവന്നാക്കിയാലേ ആവുള്ളൂ, ഇല്ലാതെ ആകത്തില്ല. ഞാൻ ആകാൻ തയ്യാറാണ്, പക്ഷെ നിർബന്ധിക്കണം. ഇതാണ് ലൈഫ്. അപ്പോൾ ഇപ്പൊ അങ്ങനെ ഒരു ഗതിയും പരഗതി ഇല്ലാതെ അന്നം മുട്ടിയിരിക്കുക. ഈ അന്നം മുട്ടിയിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോഴേ കുറെ ഈ NGO-കളുണ്ടല്ലോ, ഗ്രീൻ പീസ് എന്നൊക്കെ പറയുന്ന NGO, അവരുടെ എല്ലാം അന്നം മുട്ടി കേട്ടോ. അവരൊക്കെ എങ്ങോട്ടാ പോയെന്നറിയില്ല. ഒരാൾ കേരളത്തിൽ വന്ന് ഗ്രീൻ പീസിന്റെ ഒരാൾ കേരളത്തിൽ വന്നിട്ട് ഇപ്പൊ സാമൂഹ്യ നിരീക്ഷകനാണ്, ഏഷ്യാനെറ്റിന്റെ സാമൂഹ്യ നിരീക്ഷകനാണ്. എന്തായാലും ഈ ഗ്രീൻ പീസ് മാത്രമല്ല, ഒരുപാട് സംഘടനകൾ അങ്ങനെ പൊട്ടിപ്പോയി, ഒരുപാട് മാധ്യമ പ്രവർത്തകരുടെ അന്നം മുട്ടിപ്പോയി. ഇപ്പം പഴയ ഫോറിൻ യാത്ര, വിദേശ യാത്രകൾ, പ്രധാനമന്ത്രിയോടൊപ്പം പേരുകളൊന്നും പറഞ്ഞ് നാണം കെടുത്തുന്നില്ല. മറ്റത് മൻമോഹൻ സിംഗിന്റെ ഒക്കെ വാലെ തൂങ്ങി ലോകം മുഴുവനും കറങ്ങി നടന്നവന്മാരെ എല്ലാം ഇപ്പം വാലും ചുരുട്ടി വീട്ടിൽ സഹിക്കുവോ ഇതൊക്കെ? അപ്പോൾ ഇപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് വിവാദമാക്കണം. അങ്ങനെയാണ് ആശാൻ വീണ്ടും ഇറങ്ങിയിരിക്കുന്നത്. ഇതാ എന്നെ വേട്ടയാടുന്നു, എനിക്ക് പാസ്പോർട്ട് തരുന്നില്ല, എനിക്ക് SIR-ൽ വോട്ടർ പട്ടികയിൽ എൻ്റെ പേരില്ല, എൻ്റെ വോട്ടവകാശം നിഷേധിച്ചു. വോട്ടവകാശം നിഷേധിച്ചെങ്കിൽ ഇവിടെ അപ്പീൽ കൊടുക്കാം, അതിന് സംവിധാനമുണ്ട്. നരേന്ദ്രമോദി നിങ്ങളുടെ വീട്ടിൽ കൊടുക്കുമ്പോഴും യഥാർത്ഥ രേഖകൾ കൊടുക്കണം. ഞാനൊന്നും കാണിക്കില്ല, ഞാൻ ഇന്ത്യയിലെ ഒരു കാഗസ് കൊടുത്തേ പറ്റൂ. ഇത് ഭരിക്കുന്നത് നല്ല ആമ്പിള്ളേരാണ്. അത് ആ കാര്യം ഈ പറഞ്ഞ അന്തംഗമ്മി മാപ്ര തിരിച്ചറിയണമെന്ന് മാത്രമേ എനിക്കതിനകത്ത് പറയാനുള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ പരാതികൾ ആദ്യം 30 ലക്ഷം ഉണ്ടായിരുന്നു, ഇപ്പൊ 21 ലക്ഷം ഉണ്ട്. ബംഗാളിൽ ഇപ്പോഴും ഇതില്ല, അവസാനിച്ചിട്ടില്ല, കോടതിയിലിരിക്കുകയാണ് വിഷയം. ഈ പരാതി കോടതിയിലിരിക്കുന്ന വിഷയത്തിൽ ഈ പരാതി എങ്ങനെ തീർപ്പാക്കും? സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥരെ, റവന്യൂ ഉദ്യോഗസ്ഥരെയാണ് ഇതിനെ നിയോഗിക്കുന്നത്. ഈ രസം എന്താണെന്ന് അറിയാമോ? SIR-ൽ നിന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടി എന്ന് പറഞ്ഞല്ലോ SIR വന്നപ്പോ. ഈ അന്ന് ആരാ ഭരിച്ചോണ്ടിരുന്നത്? മമതയുടെ റവന്യൂ ഉദ്യോഗസ്ഥരല്ലേ? നിങ്ങൾക്ക് ആ റവന്യൂ ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തുക. മമതയുടെ ഏറ്റവും വലിയ ഉപദേശകനാണ് രാജഗോപാൽ. മമതയിൽ മാത്രമേ ഉള്ളൂ പ്രതീക്ഷ, രാഹുലൊക്കെ ചത്തു, മമത മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് നിലവിളിച്ചോണ്ടിരുന്ന ആളാണ് രാജഗോപാൽ. ആ രാജഗോപാലിന് അവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥര് സഹായിച്ചില്ല എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടികയിൽ പേര് പിന്നെ മമത പണി കൊടുത്തതാണോ ആര് പണി കൊടുത്തതാണോ? എന്തായാലും അതൊക്കെ ഈ ആര്യാഹാരം കഴിക്കുന്നിടത്ത് പറയൂ രാജഗോപാലെ. ഇതൊക്കെ സത്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളെ ഉണ്ടല്ലോ, മാധ്യമങ്ങളെ സത്യം പ്രചരിപ്പിക്കാത്ത മാധ്യമങ്ങൾക്കെതിരെ നടപടിയെടുക്കണം. സത്യം പ്രചരിപ്പിക്കാത്ത മാധ്യമങ്ങളെ എന്നുള്ളതല്ല, ഈ പറയുന്ന ബഹിഷ്കരിക്കാൻ ജനങ്ങൾ കമ്മി മല്ലു മാപ്രകളെ നിങ്ങൾ നോക്കിക്കോളൂ. ജനം തെരണ്ടി വാലിനടിക്കും.
അത് ഇപ്പൊ തന്നെ അതെന്താ കാര്യം എന്നറിയോ പ്രശാന്തേ? ഈ BJP-ക്കാരോ അല്ലെങ്കിൽ വലതുപക്ഷത്തുള്ളവരോ ഒരിക്കലും മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു ശക്തി മനസ്സിലാക്കിയിട്ടില്ല. ഇത്രയും കാലം CPM ഈ പലപ്പോഴും ഭരണത്തിന്റെ തണലിലേറിയതും ചില പ്രശ്നങ്ങളെ എല്ലാം ഓവർകം ചെയ്തതും കേരളത്തിലെ ഇടതുപക്ഷ മാധ്യമങ്ങളെ വെച്ചുകൊണ്ടാണ്. ഇന്നും BJP-ക്ക് അല്ലെങ്കിൽ സംഘപരിവാറിന് ആകെ ജനം ചാനൽ എന്ന് അത് നേരിട്ട് അവകാശപ്പെടാനും കഴിയില്ല. മാധ്യമങ്ങളില്ല. സത്യത്തിൽ മാധ്യമങ്ങളുടെ ഫലം പറയാൻ വേണ്ട. അവിടെ മുഴുവൻ അന്തംകമ്മികള, 90% അന്തംകമ്മികളാണ്. അത് വേറെ കാര്യം. ഇനി അങ്ങനെ നമുക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള മാധ്യമങ്ങളായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സാധാരണക്കാരായ മനുഷ്യനിരുന്ന് എഴുതുന്നത് കൊണ്ടാണ് സത്യത്തിൽ ഇപ്പോൾ BJP-ക്ക് ഏതെങ്കിലും രീതിയിൽ പിടിച്ചു നിൽക്കാനെങ്കിലും കഴിയുന്നത്, പല കാര്യങ്ങളുടെ സത്യാവസ്ഥ പുറത്തു വരുന്നത്. ഒരു നല്ല മാധ്യമം ഇല്ലാത്തതിൻ്റെ, ലക്ഷണമൊത്ത ഒരു മാധ്യമം ഇല്ലാത്തതിൻ്റെ നല്ല പ്രശ്നങ്ങൾ, അതായത് ഏറ്റവും കോമ്പിറ്റൻ്റായി വർക്ക് ചെയ്യുന്ന നല്ല ജേർണലിസ്റ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ആൾ ഹെഡ് ചെയ്തുകൊണ്ട് ഒരു നല്ല മാധ്യമ സ്ഥാപനം വലതുപക്ഷ ആഭിമുഖ്യമുള്ള, ഒരുപക്ഷെ ആഭിമുഖ്യം വേണ്ട, ഒരു ദേശീയ സ്വഭാവമുള്ള വലതുപക്ഷ ആഭിമുഖ്യം വേണമെന്ന് പോലുമില്ല, സത്യങ്ങൾ മാത്രം പറയുന്നു. അതിൽ ഇനി അവര് പറയുന്നെങ്കിലും അത് ഇന്ന് നമ്മൾ കേരളത്തിന്റെ കഥ മാത്രം പറയണ്ട, ഇന്ത്യയിൽ തന്നെ അത്തരത്തിലുള്ള ഒരു മാധ്യമങ്ങളുടെ അഭാവം വളരെ ഉണ്ട്. ഒരു അർണാബ് ഗോസ്വാമിയോ മറ്റോ ഉണ്ട് എന്ന് പറഞ്ഞ, ഒരു പൽക്കി ശർമ്മയോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർക്കൊക്കെ ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. ഇത് ഇങ്ങനെ രാജ്യത്തിന്റെ സമസ്ത മേഖലകളിലും ഈ ഫാൾസ് പ്രൊപ്പഗാൻഡ, അതാണ്, അതായത് വ്യാജ പ്രചാരണം, അതിങ്ങനെ കൊടുമ്പിരിക്കൊള്ളുകയാണ്. ഈ നമ്മളൊരു ചൊല്ലുണ്ട്, ഈ പിന്നെ എന്താ പറയുക, സത്യം ലോകം ചുറ്റി അല്ല സത്യം ചെരുപ്പിടുമ്പോഴേക്കും ലോകം ചുറ്റി വന്നിരിക്കും എന്ന് പറയുന്ന, അതാണ് CPM എല്ലാ കാലത്തും. ഇത് തിരിച്ചറിയാൻ ഇവിടുത്തെ കോൺഗ്രസിനോ BJP-ക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ കോൺഗ്രസ്സുകാർ ഇതിന്റെ തണലിൽ കുറെയൊക്കെ അങ്ങ് അവർ അഴിമതി കാണിക്കും, ഞങ്ങൾ അഴിമതി കാണിക്കും, കൂടെ അവർക്ക് അഴിമതി മാത്രം മതി, പണം മാത്രം മതി, പരസ്പരം അതിപ്പോ നമ്മള് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും കാണുന്നതാണല്ലോ, രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ബോണ്ട്. ഈ രാജഗോപാലിന്റെ കാര്യത്തിൽ മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഇയാളുടെ ബയോമെട്രിക് വിലയിരുത്തലുകളെല്ലാം പൂർത്തിയായി. എന്നിട്ട് പോലീസ് വെരിഫിക്കേഷന് ചെന്നപ്പോഴാണ് പോലീസ് വെരിഫിക്കേഷൻ നടന്നില്ല. കാരണം എന്താന്ന് വെച്ചാല് പാസ്പോർട്ടിനെ, കാരണം എന്താന്ന് വെച്ചാൽ SI വോട്ടർ പട്ടികയിൽ മാത്രമല്ല, ഇവര് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടത് ഒരു സംഘടനയുടെ ഈ രാജഗോപാൽ അങ്ങനത്തെ ഒരു സംഘടന, അത്തരം സംഘടനകളുടെ ഭാഗമാണ്, അവർക്ക് വേണ്ടി പ്രസംഗിക്കാൻ നിരോധിത സംഘടനകളുടെ ഭാഗമായ പല കാര്യങ്ങളും ചെയ്യുന്നു എന്ന ആക്ഷേപം വളരെ ശക്തമാണ്. അതുകൊണ്ടൊക്കെയാണ് പോലീസ് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ആണ് വെരിഫൈ ചെയ്ത് കൊടുക്കുന്നത്. PFIയുടെ സംഘടനയായിരുന്നു, PFIയുടെ ഉപഗ്രഹ സംഘടനയായിരുന്ന INCHRO, അതിന്റെ രൂപം മാറി NCHRD എന്ന പേരിൽ NCHDR എന്ന പേരിൽ ഒരു പുതിയ സംഘടനാ പ്രഖ്യാപനം നടത്തുമ്പോൾ അതിന്റെ നേതൃനിരയിൽ രാജഗോപാൽ ഉണ്ടായി. അപ്പൊ തീർച്ചയായിട്ടും പാസ്പോർട്ട് വെരിഫിക്കേഷൻ പോലീസ് പൂർത്തിയാക്കി കൊടുക്കും. ഇതിന്റെ അന്വേഷണം പൂർത്തിയാകാതെ പോലീസിന് എങ്ങനെ ഇത് കൊടുക്കാൻ കഴിയും? അപ്പൊ ഈ കണ്ടയിടത്തെല്ലാം തിണ്ണ നിരങ്ങുമ്പോൾ ആലോചിക്കണം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന്. ഈ പറഞ്ഞതുപോലെ വിധ്വംസക സംഘടനകൾ, ദേശവിരുദ്ധ സംഘടനകൾ, ഇവരെല്ലാം വല്ല നക്കാപ്പിച്ചയും തരുമ്പം അത് വാങ്ങി നക്കാൻ പോകുമ്പോൾ ആലോചിക്കണം, ഇനിയും ഈ രാജ്യത്ത് ജീവിക്കേണ്ടതാണ്, ഈ രാജ്യത്ത് നിയമവാഴ്ച. രാജഗോപാലിന്റെ പിതാവിന്റെയും മാതാവിന്റെയും ഒക്കെ രേഖയില്ലെന്നാണ് പറയുന്നത്. രേഖയില്ല, അദ്ദേഹം നമുക്കറിയില്ല കേട്ടോ. അല്ല, അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത് MG കോളേജിലെ എക്കണോമിക്സ് വിഭാഗം അധ്യാപകരായിരുന്നു, സംഘപരിവാർ ആഭിമുഖ്യമുള്ള ആളായിരുന്നു, മദ്യവർജന സമിതിയിൽ NP മൻമോഹൻ സാറിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ആളാണ്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിന്റെ പിതാവ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ പിതാവിന്റെ ലെഗസി പോലും, അല്ലെങ്കിൽ അത് കൊണ്ടു കൊടുക്കുക, ആ രേഖകൾ ഹാജരാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അത് അങ്ങനെയാണ് പൊതുവേ ഈ ഇടതുപക്ഷക്കാർക്ക് അച്ഛനും അമ്മയൊന്നും അല്ല, കമ്മിത്തരം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഈ പാരമ്പര്യത്തെ തള്ളി പറയലാണ് ആദ്യത്തെ പണി. അത് അവർ ചെയ്യും. അത് ചെയ്തുകൊണ്ടിരിക്കുന്നോണ്ടാണല്ലോ ഇങ്ങനെ ഇത് പടവലങ്ങ പോലെ വളർന്നു. ഇത് കേരളത്തിലും അവസാനം എന്താ പറയാ, കേരള ജനതയെ ഇതിനെ ബഹിഷ്കരിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തു വെച്ചേച്ച് ഇപ്പൊ പറയാണ് എനിക്ക് പാസ്പോർട്ട് തരുന്നില്ല, വോട്ടർ പട്ടികയിൽ പേരില്ല. ഇതൊക്കെ അവനവൻ ചെയ്യുന്നത്, ഞാൻ വിതയ്ക്കുന്നതേ ഞാൻ കൊയ്യുള്ളൂ. അവനവൻ ചെയ്യുന്നതിന്റെ കർമ്മഫലം അവനവൻ തന്നെ അനുഭവിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ട് രാജഗോപാൽ നിയമത്തിന്റെ വഴി തേടൂ. ഇനി രാജഗോപാലിന് ജയ് വിളിച്ച് നടക്കുന്ന കേരളത്തിലെ അന്തംഗമ്മി മല്ലു മാപ്രകൾ തിരിച്ചറിയേണ്ട ഒരു സത്യം, ഈ രാജ്യത്ത് നിയമവാഴ്ചയുണ്ട്. നിങ്ങൾ 4 വാർത്ത കൊടുത്തെന്നും പറഞ്ഞ് ഈ രാജഗോപാൽ ടെലഗ്രാഫ് വിട്ടിരുന്നു അടുത്ത കാലത്ത് വിട്ടു. അത് ആദ്യം റിപ്പോർട്ട് ചെയ്ത പത്രം മാധ്യമം. ടെലഗ്രാഫുകാർ പോലും പറയുന്നതിന് മുമ്പ് മാധ്യമം പറഞ്ഞു രാജഗോപാൽ വിട്ടു. അപ്പൊ അവരുടെ നെക്സസ് എത്ര കൃത്യമാണ്.
അല്ലെ ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഈ പറയുന്ന അർബൻ നക്സലുകളും ഒക്കെ ആയിട്ട് വലിയ ആഴത്തിലുള്ള ബന്ധമുണ്ട്. അപ്പോൾ അർബൻ നക്സലാണെന്നുള്ള ആരോപണം ഇതൊരു ആശയപരമായ കാര്യം മാത്രമല്ല, ഇതൊരു ആശയം കൊണ്ട് അവരുടെ ആശയത്തോടൊപ്പം നിൽക്കാൻ മനുഷ്യകുലത്തിൽപ്പെട്ട ആർക്കും കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം അപ്പോൾ പണം മാത്രമാണ്, രാജ്യത്തെ വിറ്റാലും പണവും പദവിയും മാത്രമാണ്. ഒരു ധർമ്മവും എനിക്ക് ബാധകമല്ല. എനിക്ക് പണം വേണം, എനിക്ക് ആരെ കൊന്നാലും കുഴപ്പമില്ല, ഏത് രാജ്യത്തെ നശിപ്പിച്ചാലും കുഴപ്പമില്ല, എനിക്ക് ജീവിക്കാൻ പണം വേണം, എന്റെ കാര്യങ്ങൾ നടക്കണമുണ്ട്. മക്കളൊക്കെ അമേരിക്കയിലൊക്കെയാണ്, അവരൊക്കെ അവിടെ അതുകൊണ്ട് ഇവിടെ കുഴപ്പമില്ല. ഇവിടെ ഈ രാജ്യത്തെ എങ്ങനെ നശിപ്പിക്കുക എന്ന് ചിന്താഗതിയുള്ള കുറെ ആൾക്കാരുണ്ട്. അല്ല, അതുകൊണ്ടാണല്ലോ ഒരു മഹാൻ റിസർവ് ബാങ്കിന്റെ അടുത്ത് നിന്ന് നോട്ടടിക്കാൻ പറഞ്ഞു. വലിയ സാമ്പത്തിക നോട്ട് തീരുമ്പം ബാങ്കിന്റെ അടുത്ത് പറഞ്ഞു, എടോ ഗവർണറെ കുറച്ച് നോട്ടിങ് അടിച്ചു എന്ന് പറയുന്ന മഹാന്മാരുള്ള നാടാണ് കേരളം. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ പ്രതിബദ്ധത, ഈ നമ്പർ 1, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, നിയമവാഴ്ചയുള്ളൊരു രാഷ്ട്രമാണ് ഭാരതം. അവിടെ ഭരണഘടനയുണ്ട്, ഏറ്റവും ശക്തമായ ജനാധിപത്യമാണ്. ആ നിയമത്തെ ഒന്നും വെല്ലുവിളിച്ച് ഇവിടെ എത്ര ശക്തനാണ്, പാസ്പോർട്ട് കിട്ടണമെങ്കിൽ രേഖകൾ കൊടുക്കണം. അതുപോലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ രേഖകൾ കൊടുക്കണം. അതിന് അപ്പീലുണ്ട്, അതിന് കോടതിയുണ്ട്. നിങ്ങൾക്ക് സുപ്രീം കോടതി വരെ പോവാം. പക്ഷേ രേഖകളില്ലെങ്കിൽ ആ സുപ്രീം കോടതി നിങ്ങളെ തള്ളിക്കളയും. ബീഹാറിൽ എത്ര ലക്ഷം പേർക്ക് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി? എന്തേ സുപ്രീം കോടതി വരെ പോയിട്ട് അവരെ ഒന്നും തിരിച്ചു കയറ്റാൻ പറ്റാത്ത? വളരെ കൃത്യമാണ്. 55 or 56 ലക്ഷം പേരെ ബീഹാറിൽ പുറത്താക്കിയിട്ട് പരാതി ഉയരുന്നത് 2 നോക്കൂ. 50 ലക്ഷത്തിന് മേളിൽ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത് കഴിഞ്ഞപ്പോൾ പരാതി വന്നത് വെറും 2 പേരാണ്. സുപ്രീം കോടതി തന്നെ ചോദിച്ചേ, എന്ത് ഇത്രയും പേരെ പുറത്താക്കിയിട്ട് വെറും 2 പരാതി? സുപ്രീം കോടതി ഈ ഹർജിയുമായിട്ട് വന്ന ആൾക്കാരെടുത്ത്, കപിൽ സിബിൽ ഉൾപ്പെടെയുള്ള, പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെയുള്ളവരെടുത്ത് പറഞ്ഞു, നിങ്ങളെ പരാതികൾ കൊണ്ടുവരും, പരാതിക്കാരെ കൊണ്ടുവരും, അവരുടെ ഒരു വെള്ള പേപ്പറിലെങ്കിലും എഴുതിയ പരാതി കൊണ്ടുപോവാ, നമുക്ക് നടപടി എടുക്കാം. നോക്കുമ്പോൾ ഇതെല്ലാം മരിച്ചു പോയവരും വോട്ട് പേര് ഇരട്ടിച്ച് കിടക്കുന്നത്. ഈ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുക, ഇത്തരത്തിലുള്ള ക്യാപ്സൂളുകൾ വിതരണം ചെയ്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പോലും അതല്ലേ, ഒരു തരത്തിലും അവിശ്വാസം കൊണ്ടുവരാനുള്ള യാതൊരു യോഗ്യത ഇല്ലാഞ്ഞിട്ടും കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഇപ്പൊ അവിശ്വാസം കൊണ്ടുവരും, 2 പാർട്ടിയും കൂടി ഇപ്പൊ അവരെ തള്ളിമറിച്ചിടും, ഒരു തരത്തിലും വിജയിക്കില്ലെന്ന് ഉറപ്പായിട്ടും എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് പണ്ട് പിണറായി നിങ്ങളോട് പറഞ്ഞത് കടക്ക് പുറത്ത്. മാധ്യമങ്ങൾ അവരുടെ വിശ്വാസം കളയുക കൂടി ചെയ്യുക. ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകർ, അതെ, നമുക്കൊരു തോന്നലില്ലേ നമ്മൾ പറയുന്ന സത്യം ആര് ചെയ്താലും തെറ്റാണ്, വസ്തുതകൾ റിപ്പോർട്ട് ചെയ്യും. BJP തെറ്റ് ചെയ്താലും തെറ്റ് തന്നെ, ഞങ്ങളത് പറയാറുണ്ട്. കോൺഗ്രസ് ചെയ്താലും അത് തെറ്റ്. ഭാരത് ലൈവ് അത് വളരെ കൃത്യമായി പറയാറുണ്ട്. ഞങ്ങളെ BJP അനുഭാവികൾ എന്ന രീതിയിൽ ഞങ്ങൾ പത്രപ്രവർത്തകർ എന്ന രീതിയിൽ പറയാനുള്ള കാര്യങ്ങൾ മര്യാദയ്ക്ക് അന്തസ്സായിട്ട് ഈ ജോലി ചെയ്യുക. പിന്നെ ദേശീയതയോട് സന്ധി, അതിനോട് നമ്മൾ കള്ളത്തരം കാണിക്കരുത്. നമ്മളൊക്കെ ഇന്ത്യൻ പൗരന്മാർ, ദേശീയതയായിരിക്കണം നമ്മുടെ മുഖമുദ്ര. അതിനെ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ സംഖ്യകളാണെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നു. അതൊന്നും നമുക്കൊരു വിഷയം അതല്ല. അതുകൊണ്ട് ഇവിടെ രാജഗോപാലായാലും ആരായാലും ശരി, ഈ രേഖകൾ ഹാജരാക്കുക, പാസ്പോർട്ട് വാങ്ങിക്കുക, സാധനങ്ങൾ നേടിയെടുക്കുക. അല്ലാതെ ഈ പറഞ്ഞതുപോലെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന വിധത്തിൽ വ്യാജ പ്രചാരണങ്ങൾ നടത്തിയാൽ ജനം നിങ്ങളെ അലക്കുകല്ലിൽ തൂക്കിയടിക്കുന്ന കാലം വിദൂരമല്ല.